വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 15-ാം അധ്യായം. ഓദേദിന്റെ പുത്രനായ അസറിയായുടെ മേൽ ദൈവത്തിന്റെ അരൂപി ആവസിച്ചു. അവൻ ആസായുടെ പക്കൽ ചെന്ന് അവനോട് പറഞ്ഞു, ആസ, യൂദാ മുഴുവനുമേ ബെഞ്ചമിനെ എന്നെ ശ്രവിച്ചാലും. അവിടുത്തോടു കൂടെ നിങ്ങൾ ഉള്ളപ്പോൾ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് കാണപ്പെടും. എന്നാൽ നിങ്ങൾ അവിടുത്തെ ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിങ്ങളെ ഉപേക്ഷിക്കും. വളരെ നാളത്തേക്ക് ഇസ്രായേലിന് സത്യദൈവമില്ലായിരുന്നു, പഠിപ്പിക്കുന്ന പുരോഹിതനും ഇല്ലായിരുന്നു, നിയമവും ഇല്ലായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് കാണപ്പെട്ടു. അക്കാലത്ത് പുറത്തേക്ക് പോകുന്നവനും അകത്തേക്ക് വരുന്നവനും ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നില്ല. കാരണം ദേശങ്ങളിൽ വസിക്കുന്ന എല്ലാവരുടെയും മേൽ വൻ സംഭ്രാന്തി ഉണ്ടായിരുന്നു. ദൈവം സകലവിധ ദുരിതങ്ങളാലും അവരെ പീഡിപ്പിച്ചതിനാൽ ജനത ജനതയ്ക്കെതിരായും നഗരം നഗരത്തിനെതിരായും എന്ന വിധം അവർ ഛിന്ന ഭിന്നമാക്കപ്പെട്ടു. എന്നാൽ നിങ്ങൾ ശക്തരായിരിക്കുവിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകാതിരിക്കട്ടെ. നിശ്ചയമായും നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട്. പ്രവാചകനായ ഓദേദിന്റെ ഈ വാക്കുകളും പ്രവചനവും ആസ കേട്ടപ്പോൾ അവൻ ശക്തി പ്രാപിച്ചു. യൂദാ ബെഞ്ചമിൻ ദേശം മുഴുവനിൽ നിന്നും താൻ എഫ്രായിം മലമ്പ്രദേശത്തു നിന്ന് പിടിച്ചടക്കിയ നഗരങ്ങളിൽ നിന്നും അവൻ മ്ലേച്ഛ വിഗ്രഹങ്ങൾ നീക്കിക്കളഞ്ഞു. അവൻ കർത്താവിന്റെ പൂമുഖത്തിനു മുമ്പിലുണ്ടായിരുന്ന കർത്താവിന്റെ ബലിപീഠം പുനരുദ്ധരിച്ചു. പിന്നീട് അവൻ യൂദാ മുഴുവനെയും ബെഞ്ചമിനെയും എഫ്രായിമിലും മനാസയിലും നിന്നും ഷിമയോനിൽ നിന്നും പ്രവാസികളായി അവരോടൊപ്പം ഉണ്ടായിരുന്ന പരദേശികളെയും വിളിച്ചുകൂട്ടി. കാരണം അവന്റെ ദൈവമായ കർത്താവ് അവനോടൊപ്പമുണ്ടെന്ന് കണ്ട് ഇസ്രായേലിൽ നിന്ന് ധാരാളം പേർ അവന്റെ പക്ഷത്തേക്ക് പതിച്ചിരുന്നു. ആസായുടെ 15-ാം ഭരണവർഷത്തിന്റെ 3-ാം മാസമാണ് അവർ ജെറുസലേമിൽ വിളിച്ചു ചേർക്കപ്പെട്ടത്. തങ്ങൾ കൊണ്ടുവന്ന കൊള്ള മുതലിൽ നിന്ന് 700 കാളകളെയും 7000 ആടുകളെയും ആ ദിവസം അവർ കർത്താവിന് ബലിയർപ്പിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അന്വേഷിക്കണമെന്ന ഒരു ഉടമ്പടിയിലേക്കും അവർ പ്രവേശിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാത്ത ആരായാലും, ചെറിയവനാകട്ടെ വലിയവനാകട്ടെ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, വധിക്കപ്പെടും. കൊമ്പുകളോടെയും കാഹളങ്ങളോടെയും ആർപ്പുളിയോടെയും ഉച്ചസ്വരത്തിൽ അവർ കർത്താവിനോട് ശപഥം ചെയ്തു. ഈ ശപഥത്തിൽ യൂദാ മുഴുവൻ ആഹ്ലാദിച്ചു. കാരണം അവർ പൂർണ്ണ ഹൃദയത്തോടെ ശബ്ദം ചെയ്യുകയും പൂർണ്ണമായ ആഗ്രഹത്തോടെ അവിടുത്തെ അന്വേഷിക്കുകയും അവിടുന്ന് അവർക്ക് കാണപ്പെടുകയും ചെയ്തു. കർത്താവ് ചുറ്റുപാടും അവർക്ക് സ്വസ്ഥത നൽകി. ആസ രാജാവിന്റെ അമ്മയായ മാഗ അശേരയുടെ ഹീനവസ്തു ഉണ്ടാക്കിയതിനാൽ അവൻ അവളെ രാജ്ഞിപദത്തിൽ നിന്ന് മാറ്റി നിർത്തി. കൂടാതെ അവളുടെ മ്ലേച്ഛ വസ്തു ആസ നശിപ്പിക്കുകയും പൊടിച്ച് കിദ്രോൻ അരുവിക്കരികെ കത്തിച്ചു കളയുകയും ചെയ്തു. എന്നാൽ അവർ ഇസ്രായേലിൽ നിന്ന് പൂജാഗിരികൾ നീക്കം ചെയ്തിരുന്നില്ല. എങ്കിലും ആസയുടെ ദിനങ്ങളിലെല്ലാം അവന്റെ ഹൃദയം ശാന്തമായിരുന്നു. തന്റെ പിതാവിന്റെ കാണിക്ക വസ്തുക്കളും സ്വന്തം കാണിക്ക വസ്തുക്കളും, അതായത് വെള്ളിയും സ്വർണവും ഉപകരണങ്ങളും അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. ആസയുടെ ഭരണത്തിന്റെ 35-ാം വർഷം വരെ യുദ്ധമൊന്നും ഉണ്ടായില്ല. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം. ആസയുടെ ഭരണത്തിന്റെ 36-ാം വർഷം ഇസ്രായേൽ രാജാവായ ബാഷ യൂദായ്ക്കെതിരെ കയറി വന്നു. യൂദാ രാജാവായ ആസയുടെ അടുത്തേക്ക് പോകുന്നതും വരുന്നതും നടക്കാതിരിക്കേണ്ടതിന് അവൻ റാമ നിർമ്മിച്ചു. ആസ കർത്താവിന്റെ ആലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും സ്വർണവും പുറത്തെടുത്ത് ദമാസ്കസിൽ വസിച്ചിരുന്ന ആരാം രാജാവായ ബെൻഹദാദിന് കൊടുത്തയച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എന്റെ പിതാവും നിന്റെ പിതാവും തമ്മിലെന്ന പോലെ എനിക്കും നിനക്കുമിടയിൽ ഒരു ഉടമ്പടി ഉണ്ടാകട്ടെ. ഞാനിതാ നിനക്കായി വെള്ളിയും സ്വർണവും അയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എന്റെ പക്കൽ നിന്ന് കയറി പോകാനിടയാകും വിധം നീ പോയി അവനുമായുള്ള നിന്റെ ഉടമ്പടി അവസാനിപ്പിക്കുക. ബെൻഹദാദ് ആസ രാജാവിനെ ശ്രവിച്ചു. അവൻ തന്റെ സേനാധിപന്മാരെ ഇസ്രായേൽ പട്ടണങ്ങളിലേക്ക് അയച്ചു. അവർ ഇയോൻ, ദാൻ, ആബേൽ മയീം എന്നിവയും നഫ്താലിയിലെ എല്ലാ സംഭരണ നഗരങ്ങളും തകർത്തു. ഇത് കേട്ടപ്പോൾ റാമ പണിയുന്നതിൽ നിന്ന് ബാഷ പിൻവാങ്ങി. അവൻ അതിന്റെ പണി നിർത്തിവെച്ചു. ആസ രാജാവ് യൂദാ മുഴുവനെയും കൂട്ടിക്കൊണ്ടുവന്നു. ബാഷ പണിതുകൊണ്ടിരുന്ന റാമയുടെ കല്ലുകളും തടികളും അവർ എടുത്തുകൊണ്ടുപോയി. അവ കൊണ്ട് അവൻ ഗേബയും മിസ്പയും പണിതു. ദീർഘദർശിയായ ഹനാനി അക്കാലത്ത് യൂദാ രാജാവായ
ആസയുടെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞു, നീ ആരാം രാജാവിന്റെ പക്കൽ അഭയം തേടി, നിന്റെ ദൈവമായ കർത്താവിന്റെ പക്കൽ അഭയം തേടിയില്ല. തന്മൂലം ആരാം രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. വളരെയധികം രഥങ്ങളും കുതിരപ്പടയാളുകളും അടങ്ങിയ ഒരു വലിയ സൈന്യമായിരുന്നില്ലേ എത്യോപ്യക്കാരും ലിബിയക്കാരും. എന്നിട്ടും നീ കർത്താവിൽ അഭയം തേടിയതിനാൽ അവിടുന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. എന്തെന്നാൽ തൻ്റെ നേർക്ക് ഏകാഗ്രത ചിത്തത്തോടെ ആയിരിക്കുന്നവരെ ശക്തിപ്പെടുത്താൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. മേൽ പറഞ്ഞത് സംബന്ധിച്ച് നീ ബുദ്ധിശൂന്യമായി പ്രവർത്തിച്ചതിനാൽ ഇപ്പോൾ മുതൽ നിന്നോടൊപ്പം യുദ്ധങ്ങൾ ഉണ്ടായിരിക്കും. ദീർഘദർശിയോട് കോപിച്ച് ആസ അവനെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരണം അവൻ ഇതുമൂലം അയാളോട് രോഷാകുലനായിരുന്നു. അക്കാലത്ത് ജനത്തിൽ ചിലരെ ആസ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഇതാ ആസയുടെ ആദ്യ അവസാനമുള്ള പ്രവർത്തികൾ യൂദായുടെയും ഇസ്രായേലിന്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവ ഇതാ എഴുതപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഭരണത്തിൻ്റെ 39-ാം വർഷം ആസായ്ക്ക് കാലിൽ രോഗബാധമുണ്ടായി. അവൻ്റെ രോഗം മൂർച്ഛിച്ചു. എന്നിട്ടും അവൻ തൻ്റെ രോഗവേളയിൽ വൈദ്യന്മാരെ അല്ലാതെ കർത്താവിനെ അന്വേഷിച്ചില്ല. പിതാക്കന്മാരോടൊപ്പം ആസ ശയിച്ചു. തൻ്റെ ഭരണത്തിൻ്റെ 41-ാം വർഷം അവൻ മരിച്ചു. ദാവീദിന്റെ പട്ടണത്തിൽ തനിക്ക് വേണ്ടി അവൻ തയ്യാറാക്കിയിരുന്ന കല്ലറയിൽ അവർ അവനെ സംസ്കരിച്ചു. സുഗന്ധദ്രവ്യങ്ങളും വിദഗ്ധമായി കൂട്ടിയെടുത്ത പലവിധ തൈലങ്ങളും നിറച്ച മഞ്ചത്തിലാണ് അവർ അവനെ കിടത്തിയത്. അവന് വേണ്ടി അവർ അത്യുജ്വലമായ ഒരു അഗ്നികുണ്ഡം ഒരുക്കി. 2 ദിനവൃത്താന്തം 17-ാം അധ്യായം. തുടർന്ന് അവന്റെ സ്ഥാനത്ത് അവന്റെ പുത്രൻ യഹോഷാഫാത്ത് രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ പ്രബലനായി. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിലെല്ലാം അവൻ പട്ടാളത്തെ വിന്യസിച്ചു. യൂദാദേശത്തും തൻ്റെ പിതാവായ ആസ പിടിച്ചെടുത്ത എഫ്രായിമിന്റെ പട്ടണങ്ങളിലും അവൻ സൈനിക പാളയങ്ങൾ സ്ഥാപിച്ചു. അവൻ തൻ്റെ പിതാവായ ദാവീദിന്റെ ആദ്യകാല മാർഗങ്ങളിലൂടെ ചരിക്കുകയും ബാൽദേവന്മാരെ അന്വേഷിക്കാതിരിക്കുകയും ചെയ്തതിനാൽ കർത്താവ് യഹോഷാഫാത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവനാകട്ടെ തൻ്റെ പിതാവിന്റെ ദൈവത്തെ തേടുകയും ഇസ്രായേലിന്റെ ചെയ്തികൾക്ക് വിപരീതമായി അവിടുത്തെ കൽപ്പനകളിൽ ചരിക്കുകയും ചെയ്തു. കർത്താവ് അവന്റെ കയ്യിൽ രാജ്യം സുസ്ഥിരമാക്കി. യൂദാ മുഴുവനും യഹോഷാഫാത്തിന് കാഴ്ചകൾ നൽകി. അങ്ങനെ അവന് ധാരാളം സമ്പത്തും പ്രശസ്തിയും ഉണ്ടായി. കർത്താവിന്റെ മാർഗത്തിൽ അവന്റെ ഹൃദയം ശുഷ്കാന്തി പുലർത്തി. കൂടാതെ അവൻ യൂദായിൽ നിന്ന് പൂജാഗിരികളും അശേരകളും നീക്കം ചെയ്തു. തന്റെ ഭരണത്തിന്റെ 3-ാം വർഷം അവൻ തന്റെ പ്രഭുക്കന്മാരായ ബെൻഹായിൽ, ഒബാദിയ, സക്കറിയ, നെത്തനേൽ, മിക്കായ എന്നിവരെ യൂദായുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനായി അയച്ചു. അവരോടൊപ്പം ലേവായരെയും ഷെമയ, നെത്താനിയ, സെബദിയ, അസഹേൽ, ഷെമീറാമോത്ത്, യഹോനാദാൻ, അദോനിയ, തോബിയ, തോബ്, അദോനിയ. ഈ ലേവായരോടൊപ്പം പുരോഹിതന്മാരായ എലീഷാമ, യഹോറാം എന്നിവരെയും. അവരുടെ പക്കൽ കർത്താവിന്റെ നിയമഗ്രന്ഥം ഉണ്ടായിരുന്നു. അവർ അത് യൂദായിൽ പഠിപ്പിച്ചു. യൂദായുടെ പട്ടണങ്ങളിലെല്ലാം കറങ്ങി അവർ ജനത്തിന്റെ ഇടയിൽ പഠിപ്പിച്ചു. കർത്താവിനെ കുറിച്ചുള്ള ഭീതി യൂദായ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന ദേശങ്ങളിലെ രാജ്യങ്ങളിലെല്ലാം പരന്നിരുന്നതിനാൽ അവരാരും യഹോഷാഫാത്തുമായി യുദ്ധം ചെയ്തില്ല. ഫിലിസ്ത്യരിൽ ചിലർ യഹോഷാഫാത്തിനെ കാഴ്ചയും കപ്പമായി വെള്ളിയും കൊണ്ടുവന്നു. കൂടാതെ അറബികൾ 7700 ആൺചെമ്മരിയാടുകളെയും 7700 ആൺകോലാടുകളെയും അവന് കൊണ്ടുവന്നു. യഹോഷാഫാത്ത് ഉന്നതിയിലേക്ക് വളർന്നുകൊണ്ടേയിരുന്നു. യൂദായിൽ കോട്ടകളും സംഭരണ നഗരങ്ങളും അവൻ നിർമ്മിച്ചു. അവന് യൂദാ നഗരങ്ങളിൽ വൻ ശേഖരമുണ്ടായിരുന്നു. ജെറുസലേമിൽ വീരപരാക്രമികളായ യോദ്ധാക്കളും ഉണ്ടായിരുന്നു. അവരുടെ പിതൃഭവനമനുസരിച്ച് അവരുടെ പേരുവിവര പട്ടിക ഇതാണ്. യൂദായിലെ സഹസ്രാധിപന്മാർ: നായകൻ അദ്നായി, അവന്റെ കൂടെ 3,00,000 വീരപരാക്രമികൾ. അവനോട് ചേർന്ന് നായകൻ യഹോഹാനാൻ, അവന്റെ കൂടെ 2,80,000 പേർ. അവനോട് ചേർന്ന് കർത്താവിന് സ്വയം സമർപ്പിച്ച സിക്രിയുടെ പുത്രനായ അമസിയ, അവന്റെ കൂടെ 2,00,000 വീരപരാക്രമികൾ. ബെഞ്ചമിനിൽ നിന്ന് വീരപരാക്രമിയായ ഏലിയാദ, അവന്റെ കൂടെ വില്ലും പരിചയും ധരിച്ച 2,00,000 പേർ. അവനോട് ചേർന്ന് യഹോസാബാദ്, അവന്റെ കൂടെ യുദ്ധസജ്ജരായ 1,80,000 പേർ. യൂദാ മുഴുവനിലുമുള്ള കോട്ട നഗരങ്ങളിൽ രാജാവ് നിയോഗിച്ചവർക്ക് പുറമെ രാജസേവനത്തിനുള്ളവരായിരുന്നു ഇവർ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം. നീതിമാൻ നശിച്ചു, ഒരാളും കാര്യമാക്കിയില്ല. ആരും ഗ്രഹിക്കാതിരുന്നപ്പോൾ കരുണയുള്ളവർ നീക്കം ചെയ്യപ്പെട്ടു. എന്നാൽ വിനാശത്തിൽ നിന്നാണ് നീതിമാൻ എടുക്കപ്പെട്ടത്. അവൻ ഐശ്വര്യം പുൽകും,
സന്മാർഗനിരതർ സ്വതൽപ്പങ്ങളിൽ വിശ്രമിക്കും. ആഭിചാരികയുടെ പുത്രന്മാരെ, വ്യഭിചാരിയുടെയും സ്വൈരണിയുടെയും സന്തതികളെ, നിങ്ങൾ ഇവിടെ അടുത്തു വരുവിൻ. നിങ്ങൾ ആരെയാണ് പരിഹസിക്കുന്നത്? ആർക്കെതിരെയാണ് നിങ്ങൾ വായ് പൊളിക്കുകയും നാവ് നീട്ടുകയും ചെയ്യുന്നത്? അതിക്രമത്തിന്റെ സന്തതികളും വഞ്ചനയുടെ സന്താനങ്ങളുമല്ലേ നിങ്ങൾ? ഓക്കുമരങ്ങൾക്കിടയിലും ഓരോ പച്ചമര ചുവട്ടിലും ആസക്തിയാൽ ജ്വലിക്കുന്നവരെ, താഴ്വരകളിലും പാറയിടുക്കുകൾക്ക് കീഴെയും ശിശുക്കളെ കുരുതി കഴിക്കുന്നവരെ, നീർച്ചാലിലെ മിനുസമുള്ള കല്ലുകൾക്കിടയിലാണ് നിന്റെ അവകാശം. അവ തന്നെയാണ് നിന്റെ ഓഹരി. അവയ്ക്ക് പോലും നീ ദ്രാവക നൈവേദ്യമൊഴുക്കി. നീ ധാന്യബലി അർപ്പിച്ചു. ഇവയെക്കുറിച്ച് ഞാൻ ആശ്വസിക്കണമോ? ഉയർന്ന ഗിരിശൃംഗത്തിൽ നീ ശയ്യ ഒരുക്കി. അവിടെയും നീ ബലിയർപ്പിക്കാൻ പോയി. വാതിലിനും വാതിൽപ്പടിക്കും പിന്നിൽ നീ നിന്റെ കാമബിംബം സ്ഥാപിച്ചു. തീർച്ചയായും നീ എന്നെ വഞ്ചിച്ചു. നീ കയറിപ്പോയി നിന്റെ ശയ്യ വിസ്തൃതമാക്കി. നീ അവരുമായി ഉടമ്പടി ചെയ്തു. നീ അവരുടെ ശയ്യ സ്നേഹിച്ചു, നഗ്നത കണ്ടു. രാജാവിന്റെ അടുത്തേക്ക് നീ തൈലവുമായി പോയി. സുഗന്ധദ്രവ്യങ്ങൾ നീ ധാരാളമായി ഉപയോഗിച്ചു. നീ വിദൂരത വരെ ദൂതരെ അയച്ചു. പാതാളം വരെ നീ താണു. നിന്റെ പാതയുടെ ആധിക്യത്തിൽ തളർന്നിട്ടും അത് നിഷ്ഫലമെന്നു നീ പറഞ്ഞില്ല. നിന്റെ ശേഷി നീ കണ്ടെത്തി, അതിനാൽ നീ തളർന്നില്ല. ആരെപ്പറ്റി ആകുലപ്പെട്ടും ഭയപ്പെട്ടുമാണ് നീ കള്ളം പറഞ്ഞത്. എന്നെ ആകട്ടെ നീ സ്മരിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തില്ല. ദീർഘനാൾ ഞാൻ നിശബ്ദനായിരുന്നത് കൊണ്ടല്ലേ എന്നെ നീ ഭയപ്പെടാതിരുന്നത്? ഞാൻ നിന്റെ നീതിയും ചെയ്തികളും വെളിപ്പെടുത്താം, എന്നാൽ അവ നിനക്ക് പ്രയോജനകരമാവുകയില്ല. നീ നിലവിളിക്കുമ്പോൾ നിന്റെ സംഘങ്ങൾ നിന്നെ മോചിപ്പിക്കട്ടെ. അവയെല്ലാം കാറ്റ് പറത്തിക്കളയും, ഒരു നിശ്വാസം നീക്കിക്കളയും. എന്നിൽ ആശ്രയിക്കുന്നവനാകട്ടെ ദേശം കൈവശമാക്കും. അവൻ എൻ്റെ വിശുദ്ധഗിരി അവകാശമാക്കും. അവൻ ഇങ്ങനെ പറയും: പണിതുയർത്തുവിൻ, പണിതുയർത്തുവിൻ, പാതയൊരുക്കുവിൻ. എൻ്റെ ജനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തടസ്സം നീക്കുവിൻ. കാരണം ഉന്നതനും മഹത്വീകൃതനും എന്നേക്കും വസിക്കുന്നവനും പരിശുദ്ധനെന്ന് പേരുള്ളവനുമായവൻ ഇങ്ങനെ അരുൾ ചെയ്യുന്നു: വിനീതരുടെ ജീവൻ നവീകരിക്കാനും ഹൃദയം തകർന്നവരെ സംരക്ഷിക്കാനും അനുദപിക്കുന്നവനോടും വിനീത ഹൃദയനോടുമൊത്ത് ഉന്നതത്തിലും വിശുദ്ധിയിലും ഞാൻ വസിക്കും. ഞാൻ എന്നേക്കും പോരാടുകയില്ല, നിർണയം എന്നേക്കും കോപിക്കുകയുമില്ല. കാരണം എൻ്റെ മുമ്പിൽ ജീവൻ ക്ഷയിക്കും. ഞാനാണ് ജീവശ്വാസം നൽകിയത്. അവൻ്റെ ദുഷ്ടനേട്ടത്തിൻ്റെ തിന്മ നിമിത്തമാണ് ഞാൻ കോപിച്ചത്, അവനെ പ്രഹരിച്ചത്. ഞാൻ മുഖം മറയ്ക്കുകയും കോപിക്കുകയും ചെയ്തു. എന്നിട്ടും അവൻ തന്നിഷ്ട വഴിയെ പിഴച്ചവനായി നടന്നു. അവനെ സുഖപ്പെടുത്താനും അവനെ നയിക്കാനും അവനും അവൻ്റെ വിലപിക്കുന്നവർക്കും ആശ്വാസം നൽകാനുമായി ഞാൻ അവൻ്റെ വഴികൾ നോക്കി. അധരഫലത്തിൻ്റെ സ്രഷ്ടാവായ കർത്താവ് അരുൾ ചെയ്യുന്നു: സമാധാനം, വിദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം. ഞാൻ അവനെ സുഖപ്പെടുത്തും. ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, നിശ്ചയമായും അതിന് ശാന്തമാകാനാവില്ല. അതിൻ്റെ ജലം ചെളിയും മാലിന്യവും അടിച്ചു കയറ്റുന്നു. എൻ്റെ ദൈവം അരുൾ ചെയ്യുന്നു: ദുഷ്ടന്മാർക്ക് ഐശ്വര്യമുണ്ടാവുകയില്ല. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം. അപ്പോൾ പ്രധാന പുരോഹിതൻ ചോദിച്ചു: ഇവ ഇങ്ങനെ തന്നെയോ? അവൻ പറഞ്ഞു: സഹോദരരെ, പിതാക്കന്മാരെ, കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രാഹാം ഹാരാനിൽ താമസിക്കുന്നതിനു മുമ്പ് മെസൊപ്പൊട്ടോമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിന്റെ ദൈവം പ്രത്യക്ഷനായി. അവിടുന്ന് അവനോട് പറഞ്ഞു: നിന്റെ ദേശത്തു നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരും ദേശത്തേക്ക് വരിക. അപ്പോൾ അവൻ കൽദായ ദേശത്തു നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസിച്ചു. അവിടെ നിന്ന് അവൻ്റെ പിതാവിൻ്റെ മരണശേഷം നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ ദേശത്തേക്ക് മാറിപ്പാർക്കാനിടയായി. എങ്കിലും അവിടുന്ന് അവന് അവിടെ ഒരു അവകാശവും ഒരു ചുവട് സ്ഥലം പോലും കൊടുത്തില്ല. എന്നാൽ ഇത് അവനും അവന് ശേഷം അവൻ്റെ സന്തതിക്കും അവകാശമായി നൽകുമെന്ന് അവന് സന്താനമില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു. അവൻ്റെ സന്താനങ്ങൾ പ്രവാസികളായിരിക്കുമെന്നും അവരെ അവർ 400 വർഷം അടിമകളാക്കുമെന്നും ഞെരുക്കുമെന്നും ദൈവം പറഞ്ഞു. ദൈവം വീണ്ടും പറഞ്ഞു: അവർ അടിമകളെ പോലെ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ പുറപ്പെട്ട് ഈ സ്ഥലത്ത് വന്ന് എന്നെ ആരാധിക്കുകയും ചെയ്യും. പിന്നെ അവിടുന്ന് അവന് പരിച്ഛേദനത്തിന്റെ ഉടമ്പടി നൽകി. അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു. 8-ാം ദിവസം അവനെ പരിച്ഛേദനം ചെയ്തു. ഇസഹാക്ക് യാക്കോബിനെയും യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു. ഈ ഗോത്രപിതാക്കന്മാർ അസൂയ കൊണ്ട് ജോസഫിനെ ഈജിപ്തിന് വിറ്റു. എന്നാൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനെ അവൻ്റെ എല്ലാ കഷ്ടതകളിൽ നിന്ന് വിടുവിച്ചു. ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മുമ്പിൽ അവന് പ്രീതിയും ജ്ഞാനവും നൽകി. രാജാവ് അവനെ ഈജിപ്തിൻ്റെയും തൻ്റെ ഭവനം മുഴുവൻ്റെയും മേൽ ഭരണാധികാരിയായി നിയമിച്ചു. അങ്ങനെയിരിക്കെ ഈജിപ്ത് മുഴുവനിലും കാനാനിലും ക്ഷാമവും വലിയ കഷ്ടതയും ഉണ്ടായി. നമ്മുടെ പിതാക്കന്മാർക്ക് ഭക്ഷ്യസാധനങ്ങൾ ഇല്ലാതെ വന്നു.
ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ ആദ്യം അങ്ങോട്ട് അയച്ചു. അവർ 2ാം പ്രാവശ്യം ചെന്നപ്പോൾ ജോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി. ജോസഫിന്റെ വംശം ഫറവോയ്ക്ക് വ്യക്തമാവുകയും ചെയ്തു. ജോസഫ് ആളയച്ച് തന്റെ പിതാവായ യാക്കോബിനെയും അവന്റെ എല്ലാ ബന്ധുക്കളെയും വിളിച്ചു വരുത്തി. അവർ 75 പേരുണ്ടായിരുന്നു. യാക്കോബ് ഈജിപ്തിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ മരിച്ചു. നമ്മുടെ പിതാക്കന്മാരും അവരെ ഷെക്കേമിലേക്ക് കൊണ്ടുവന്ന് കല്ലറയിൽ സംസ്കരിച്ചു. ഈ കല്ലറ അബ്രാഹാം ഷെക്കേമിലെ ഏമോറിന്റെ പുത്രന്മാരിൽ നിന്ന് വെള്ളി നാണയങ്ങൾ കൊടുത്തു വാങ്ങിയതാണ്. ദൈവം അബ്രഹാത്തോട് ചെയ്ത വാഗ്ദാനത്തിന്റെ കാലം സമീപസ്ഥമായപ്പോൾ ജനം ഈജിപ്തിൽ പെരുകി. പിന്നീട് ജോസഫിനെ അറിയാത്ത മറ്റൊരു രാജാവ് ഈജിപ്തിൽ ഭരണമേറ്റു. അവൻ നമ്മുടെ വംശത്തോട് ഉപായപൂർവ്വം പെരുമാറി നമ്മുടെ പിതാക്കന്മാരെ ഞെരുക്കി. ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തെറിഞ്ഞു കളയുന്നതിന് നിർബന്ധിച്ചു. ഈ കാലത്താണ് മോശ ജനിച്ചത്. അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു. 3 മാസത്തോളം പിതൃഭവനത്തിൽ അവൻ വളർന്നു. തുടർന്ന് പുറത്തെറിയപ്പെട്ട അവനെ ഫറവോയുടെ പുത്രി എടുത്ത് സ്വന്തം മകനായി വളർത്തി. ഈജിപ്തുകാരുടെ സകല ജ്ഞാനത്തിലും മോശ പരിശീലിപ്പിക്കപ്പെട്ടു. അവൻ വാക്കുകളിലും പ്രവൃത്തികളിലും ശക്തനായിരുന്നു. അവന് 40 വയസ്സായപ്പോൾ തൻ്റെ സഹോദരരായ ഇസ്രായേൽ മക്കളെ സന്ദർശിക്കണമെന്ന ആഗ്രഹം അവൻ്റെ ഹൃദയത്തിൽ ഉദിച്ചു. അവരിൽ ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട് അവൻ രക്ഷിക്കാനെത്തി. ഈജിപ്തുകാരനെ അടിച്ചുകൊന്ന് മർദ്ദിതന് നീതി നടത്തി കൊടുക്കുകയും ചെയ്തു. ദൈവം അവർക്ക് തൻ്റെ കരങ്ങൾ വഴി രക്ഷ നൽകുമെന്ന് സഹോദരൻ മനസ്സിലാക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ അവർ മനസ്സിലാക്കിയില്ല. അടുത്ത ദിവസം അവർ ശണ്ട കൂടിക്കൊണ്ടിരിക്കെ അവൻ ചെന്ന് അവരെ സമാധാനത്തിൽ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യരെ, നിങ്ങൾ സഹോദരന്മാരാണ്, എന്തിനു പരസ്പരം ദ്രോഹിക്കുന്നു? അപ്പോൾ അയൽക്കാരനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവൻ അവനെ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ അധികാരിയും വിധിയാളനുമായി നിന്നെ ആര് നിയമിച്ചു? ഇന്നലെ ഈജിപ്തുകാരനെ കൊന്ന പോലെ എന്നെയും കൊല്ലാനാണോ നീ ഇച്ഛിക്കുന്നത്? ഈ വാക്കു നിമിത്തം മോശ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് പരദേശിയായി പാർത്തു. അവിടെ അവൻ 2 പുത്രന്മാർക്ക് ജന്മമേകി. 40 വർഷം തികഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുപ്രദേശത്ത് മുൾപടർപ്പിനുള്ളിൽ അഗ്നിജ്വാലകളുടെ മധ്യേ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനത്തിൽ അത്ഭുതപ്പെട്ടു. സൂക്ഷിച്ചു നോക്കാൻ അവൻ അടുത്തു ചെന്നപ്പോൾ കർത്താവിന്റെ സ്വരമുണ്ടായി, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. പേടിച്ചു വിറച്ച മോശ നോക്കാൻ ധൈര്യപ്പെട്ടില്ല. കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പഴിക്കുക, എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഈജിപ്തിലെ എൻ്റെ ജനത്തിന്റെ ദുരിതം ഞാൻ ശരിക്കും കണ്ടു. അവരുടെ ദീനരോധനം ഞാൻ കേട്ടു. അവരെ മോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. വരൂ, നിന്നെ ഞാൻ ഈജിപ്തിലേക്ക് അയക്കും. ഞങ്ങളുടെ മേൽ അധികാരിയും വിധിയാളനുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് അവർ നിരാകരിച്ച മോശയെ തന്നെ മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയും വിമോചകനുമാക്കി അയച്ചു. ഈജിപ്തിലും ചെങ്കടലിലും 40 വർഷം മരുഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അവൻ അവരെ നയിച്ചു. ദൈവം നിങ്ങളുടെ സഹോദരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തും എന്ന് ഇസ്രായേൽ മക്കളോട് പ്രഖ്യാപിച്ചത് ഈ മോശയാണ്. സീനായി മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സമൂഹത്തിലായിരുന്നവനും നമുക്ക് നൽകാൻ ജീവവചസ്സുകൾ സ്വീകരിച്ചവൻ ഇവനാണ്. നമ്മുടെ പിതാക്കന്മാർ അനുസരണമുള്ളവരായിരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല, മറിച്ച് അവർ അവനെ നിരാകരിക്കുകയും തങ്ങളുടെ ഹൃദയം കൊണ്ട് ഈജിപ്തിലേക്ക് തിരിയുകയും ചെയ്തു. അവർ അഹറോനോട് ആവശ്യപ്പെട്ടു, ഞങ്ങളെ നയിക്കാൻ ദേവന്മാരെ നിർമ്മിക്കുക, കാരണം ഞങ്ങളെ ഈജിപ്ത് ദേശത്തു നിന്ന് നയിച്ചു കൊണ്ടുവന്ന മോശയുണ്ടല്ലോ, അവന് എന്തു സംഭവിച്ചുവെന്ന് അറിഞ്ഞുകൂടാ. അവർ ആ ദിവസങ്ങളിൽ ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ച് ആ വിഗ്രഹത്തിന് ബലിയർപ്പിച്ചു. സ്വന്തം കരവേലകളിൽ അവർ ആഹ്ലാദിച്ചു. എന്നാൽ ദൈവം പിന്തിരിയുകയും ആകാശ സൈന്യത്തെ ആരാധിക്കാൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇസ്രായേൽ ഭവനമേ, 40 വർഷം മരുഭൂമിയിൽ നിങ്ങൾ എനിക്ക് ബലിമൃഗങ്ങളോ യാഗങ്ങളോ അർപ്പിച്ചിട്ടുണ്ടോ? ആരാധിക്കാൻ നിങ്ങൾ നിർമ്മിച്ച ബിംബങ്ങളായ മൊളോക്കിന്റെ കൂടാരവും റായിഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നു. ബാബിലോണിനപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ നാട് കടത്തും. മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു സാക്ഷ്യ കൂടാരമുണ്ടായിരുന്നു. മോശ കണ്ട മാതൃകയിൽ അത് നിർമ്മിക്കണമെന്ന് അവനോട് സംസാരിച്ചവൻ കൽപ്പിച്ചതനുസരിച്ചുള്ള കൂടാരം. തങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവം ബഹിഷ്കരിച്ച വിജാതീയരുടെ ഭൂമിയിലേക്ക് നമ്മുടെ പിതാക്കന്മാർ ജോഷുവയുമൊത്ത് പ്രവേശിച്ചപ്പോൾ അത് കൂടെ കൊണ്ടുപോന്നു. ദാവീദിന്റെ കാലം വരെ അത് അവിടെ ഉണ്ടായിരുന്നു. അവൻ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി. യാക്കോബിന്റെ ദൈവത്തിന് ഒരാലയം കണ്ടെത്താൻ അവൻ അപേക്ഷിച്ചു. എങ്കിലും സോളമനാണ് അവിടത്തേക്ക് ആലയം പണിയിച്ചത്. എന്നാൽ
കരങ്ങളാൽ നിർമ്മിതമായവയിൽ അത്യുന്നതൻ വസിക്കുന്നില്ല. പ്രവാചകൻ ഇപ്രകാരം പറയുന്നു: സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവും. കർത്താവ് അരുൾ ചെയ്യുന്നു: ഏതുതരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും? ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? ഇവയെല്ലാം എൻ്റെ കരമല്ലേ ഉണ്ടാക്കിയത്? മർക്കടമുഷ്ടികളെ, ഹൃദയത്തിലും കാതുകളിലും അപരിചിതരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് ചെറുത്തു നിൽക്കുന്നു. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നീതിമാന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊന്നു. ഇപ്പോൾ നിങ്ങൾ അവൻ്റെ ഒറ്റുകാരും കൊലയാളികളുമായി തീർന്നു. ദൂതന്മാരുടെ നിർദ്ദേശങ്ങൾ വഴി നിങ്ങൾ നിയമം സ്വീകരിച്ചു, എന്നാൽ നിങ്ങൾ അത് പാലിച്ചില്ല. ഇവ കേട്ടപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ കോപം ജ്വലിച്ചു. അവർ അവൻ്റെ നേരെ പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശുവിനെ കണ്ടു. അവൻ പറഞ്ഞു: ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ ദർശിക്കുന്നു. അവർ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചുവെച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന സ്തഫാനോസിനെ അവർ കല്ലെറിഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ മുട്ടിൽ വീണ് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു: കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. ഇത് പറഞ്ഞവൻ നിദ്ര പ്രാപിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാ